HMPV രോഗം അതിപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കുറച്ചായി കേട്ട് വരുന്ന ഒരു രോഗമാണ്. അത് കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ കഴിയുമോ? ആദ്യമായി പറയട്ടെ, നമ്മുടെ HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇപ്പോൾ നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വായിക്കാൻ കിട്ടുന്നൊരു അസുഖമാണ്. പക്ഷേ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഇതൊരു പുതിയ രോഗമേ അല്ല, ഇതൊരു പുതിയ രോഗാണുവുമല്ല. നമ്മുടെ ഈ HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഏതാണ്ട് 2001 തന്നെ നമ്മൾ ഇവിടെ ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു അസുഖമാണ്, ഒരു വൈറസാണ്. ശരിക്കും നമ്മൾ 1950കളിൽ നെതർലാൻഡ്സിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്രവങ്ങളിൽ നിന്നാണ് ഈ വൈറസ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ വൈറസ് ഒരു പുതിയ വൈറസേ അല്ല, പകരം വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വൈറസ് തന്നെയാണ്. നമ്മുടെ കേരളത്തിലും ഈ HMPV മെറ്റാന്യൂമോ വൈറസ് മുമ്പും കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ വിരളമായിട്ടേ കണ്ടെത്തിയിട്ടുള്ളൂ. ഏതാണ്ട് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലാബിൽ വരെ അത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 10-ൽ താഴെ കേസുകളൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷെ അത് ഒന്നും വലിയ ഗുരുതര സ്വഭാവമുള്ള രീതിയിലേക്ക് അസുഖം കൊണ്ടു ചെന്ന് എത്തിക്കുകയോ ഇല്ലെങ്കിൽ കുട്ടികളെ കിടപ്പിലാക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് പരിചിതമായ അസുഖം തന്നെയാണ്, മുമ്പും വന്നിട്ടുള്ളതാണ്, ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഈ ഒരു കേരളത്തിലോ SAT-യിലോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് കാലം മുമ്പ് നമുക്ക് ഈ വൈറസ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. അടുത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അങ്ങനെ HMPV അസുഖങ്ങൾ കൂടുതലായി എന്ന് പറയാൻ ഒരു ഡാറ്റയും നമ്മുടെ കൈവശമില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പേടി എന്ന് പറയുന്നത് നമ്മൾ ചൈനയിൽ നിന്ന് ഈ ഒരു രോഗം വന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പേടി. ഇപ്പം നമ്മളെല്ലാവരും ആലോചിക്കുന്നത് ചൈനയിൽ മുമ്പ് അവിടെ വന്നൊരു രോഗമാണല്ലോ കൊറോണ. അപ്പോൾ കൊറോണയുടെ മറ്റൊരു പുതിയ കൊറോണയാണോ എന്നൊക്കെയാണ് ആൾക്കാരുടെ ഒരു പുതിയുള്ളൊരു പേടി. പക്ഷേ അത് തീർത്തും അങ്ങനെയല്ല. കാര്യം കൊറോണ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വൈറസായിരുന്നു, അതിൻ്റെ ജനിതക ഘടനയൊക്കെ വ്യത്യാസമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വൈറസ് ഈ പറഞ്ഞ പഴയ വൈറസ് തന്നെയാണ്. ഈ പറഞ്ഞ പുതിയ ജനിതക മാറ്റം ഒന്നും വന്നിട്ടില്ല. അത് WHO ഈ അടുത്ത് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. സാധാരണ കാണുന്ന ഒരു തോതിൽ നിന്ന്, സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയാനുണ്ട്, എല്ലാ അസുഖങ്ങളും ഒരു കൃത്യ അളവിൽ സമൂഹത്തിലുണ്ടാവാറുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റേറ്റിൽ നിന്ന് കൂടുതലായിട്ട് ഒരു അവസ്ഥ ഈവൻ ചൈനയിൽ പോലും ഇല്ല. അപ്പം അങ്ങനെ ചൈനയിലില്ല, നമ്മുടെ നാട്ടിലുമില്ല. അപ്പം എന്താ പറയുക, ഒരു മാധ്യമങ്ങളിൽ മാത്രമുള്ള ഒരു സർജാണെന്ന് വേണം പറയാൻ. വളരെ വ്യക്തമാണ് ഡോക്ടർ. ഒരുപാട് ആശങ്കകൾക്കുള്ളൊരു മറുപടിയാണ് ഡോക്ടർ ഇപ്പോൾ നൽകിയത്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് ശ്വാസകോശ രോഗങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങളിൽ പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളാണ്. ഒന്ന് ഇൻഫെക്ഷൻസ് ആണ്, 2 ഈ അണുബാധകളാണ്, 2 അലർജി മൂലമുള്ളതാണ്. ഈ ഇൻഫെക്ഷൻസ് രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, 2 ലോവർ റെസ്പിറേറ്ററി. അപ്പർ റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു തൊണ്ടയുടെ മേളിൽ വരുന്ന ഭാഗങ്ങൾക്കുള്ള ഇൻഫെക്ഷൻ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയാം. ആ തൊണ്ടയ്ക്ക് താഴെ ഇല്ലെങ്കിൽ കഴുത്തിന് താഴെയുള്ള ഇൻഫെക്ഷൻസ് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാം സാധാരണയായി കാണുന്ന ജലദോഷപ്പനിയിലെ ജലദോഷം, അതേപോലെ സൈനസൈറ്റിസ്, തൊണ്ടവേദന, ചെവി പഴുപ്പ്, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് സാധാരണ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. ഇത് സാധാരണ നമുക്ക് പറയുന്ന പോലെ ഒരു ഗുരുതര സ്വഭാവമുള്ള ഒരു രോഗമല്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ച് ദിവസം സ്കൂൾ മുടങ്ങാനും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒക്കെ ഉതകുന്ന ഒരു രോഗമാണ്. അല്ലാതെ അതിന് ഈ ജീവന് ആപത്തുണ്ടാകുന്ന തരം അസുഖങ്ങളല്ല. എന്നാൽ ഈ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് തൊണ്ടയ്ക്ക് താഴെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ലാരിങ്സിന് താഴെ ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് ന്യൂമോണിയ തന്നെയാണ്. ബ്രോങ്കോ ന്യൂമോണിയ, ലോബ ന്യൂമോണിയ, അല്ലെങ്കിൽ ബ്രോങ്കിയോളൈറ്റിസ് എന്നൊക്കെ പറയുന്നതൊക്കെയുള്ള ഗുരുതരമായ സ്വഭാവമുള്ള രോഗങ്ങൾ ആണ് പ്രധാനമായിട്ടും. പിന്നീടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്മ രോഗിതയാണ്. ആസ്മ എല്ലാ സീസണിലുമുണ്ട്. പിന്നെ തണുപ്പ് സമയത്ത് പൊതുവെ ഇത്തരം രോഗങ്ങൾ കൂടുതലാണ്. ഈ പറഞ്ഞ ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധകളും
അതേപോലെ ആസ്മ രോഗികളും കൂടുതലാണ്. ആസ്മ രോഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോവിഡ് മുമ്പ് ഇപ്പോൾ നമ്മുടെ മിക്കവാറും കുട്ടികൾക്ക് മുമ്പ് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാധിച്ച കുട്ടികൾക്കൊക്കെ ഇപ്പം ആസ്മ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ആസ്മ രോഗികളുടെ ചികിത്സ വെച്ചാലും ചുമ മാറാൻ കുറച്ച് താമസിക്കുന്നതായിട്ടും ഇല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ടും അത്ര പെട്ടെന്ന് കുറയാത്ത രീതിയുമൊക്കെ കാണുന്നുണ്ട്. പ്രധാന പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ന്യൂമോണിയയും അതേപോലെ വിട്ടുമാറാത്ത ചുമ ഇല്ലേ ആസ്മ പോലുള്ള പ്രശ്നങ്ങളുമാണ്.